വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ കൗൺസിൽ ഇഫ്താർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. റൂവി CBD ഏരിയയിലെ സ്റ്റാർ ഓഫ് കൊച്ചിൻ റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന ഇഫ്താർ കുടുംബ സംഗമത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ അംഗങ്ങൾക്കൊപ്പം ഒട്ടനവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ നോമ്പുതുറയോടൊപ്പം വേൾഡ് മലയാളി ഫെഡറേഷൻ നാഷണൽ പ്രസിഡന്റ് ജോർജ് P. രാജേന്റെ അധ്യക്ഷതയിൽ നടന്ന ഇഫ്താർ കുടുംബ സംഗമത്തിൽ PM ഷൗക്കത്ത് അലി സ്വാഗതവും പ്രമുഖ പണ്ഡിതൻ റഹ്മത്തുള്ള മഗ്രിബി മുഖ്യപ്രഭാഷണവും നടത്തി. നിയന്ത്രണങ്ങളാണ് റമദാൻ. ദഹേച്ഛയെയും ഭോഗേച്ഛയെയും നിയന്ത്രിക്കലും കൂടിയാണ് റമദാൻ. പ്രപഞ്ച സൃഷ്ടാവ് നിയോഗിച്ച അവസാനത്തെ പ്രവാചകനിലൂടെയാണ് ഈ റമദാൻ മുസ്ലിം സമൂഹത്തിന് നിർബന്ധമാകുന്നത്. ദൈവത്തെ നമ്മൾ എന്ത് പേരിൽ വിളിച്ചാലും അവൻ ഏകനാണെന്നാണ് എല്ലാ മതങ്ങളും പരിചയപ്പെടുത്തുന്നത്. മുമ്പ് വേദം നൽകപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന പ്രവാചകൻ തന്നെയായിരുന്നു മുഹമ്മദ് നബി. മാനവകുലം ഒന്നാണ്, അവർക്കൊരു സൃഷ്ടാവും, ഒരു ദൈവം, ഒരു ജനത. അതാണ് മനുഷ്യർ. മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് റഹ്മത്തുള്ള മഗ്രിബി പറഞ്ഞു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ J. രത്നകുമാർ കേരള സമൂഹത്തിൽ വളർന്നുവരുന്ന സമകാലിക സംഭവങ്ങൾ അടിസ്ഥാനമാക്കി കുട്ടികളിലും കൗമാരക്കാരിലും വളർന്നുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വേൾഡ് മലയാളി ഫെഡറേഷൻ ഒരുങ്ങുകയാണെന്നും വിശദമായി ക്ലാസ് എടുക്കുകയും ചെയ്തു. തുടർന്ന് നാഷണൽ സെക്രട്ടറി സുനിൽകുമാർ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു. ഇഫ്താർ കുടുംബ സംഗമം വേൾഡ് മലയാളി ഫെഡറേഷൻ ഭാരവാഹികളായ മുഹമ്മദ് യാസിൻ, ഷെയ്ഖ് റഫീഖ്, ഷൗക്കത്ത് അലി, ഉല്ലാസ് ചെറിയാൻ, സുനിൽകുമാർ, പത്മകുമാർ എന്നിവർ നിയന്ത്രിച്ചു.